വരുന്ന മനുഷ്യന്റെ ആ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോ ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആരെങ്കിലും വരുന്നോന്ന് പോയി നോക്ക്, ആരെങ്കിലും വരുന്നോന്ന് പോയി നോക്ക്. മഴ വരുന്നോന്ന് നോക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാലും ശരി, മൂന്നോ പ്രാവശ്യം പോയി നോക്കിയിട്ട് പറയും, ഈ മമ്മിക്ക് വേറെ പണിയൊന്നുമില്ല, ഈ പപ്പയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ പണി നോക്കും. ശരി പോട്ടെ, പ്രാർത്ഥിക്കുന്നത് നമ്മളാണെങ്കിലോ മറുപടി ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? ആ പ്രാർത്ഥന വിഷയം 4, 8 മടക്കി മാറ്റി വെച്ചിട്ട് വേറെ പ്രാർത്ഥന വിഷയം എടുക്കും. അല്ലെങ്കിൽ കർത്താവെ, എനിക്ക് ഇനി മറുപടി കിട്ടാതെ ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയും. പക്ഷേ ചില വാഗ്ദത്തങ്ങൾ, വലിയ മഴ ഉണ്ടാകുമെന്ന് എലിയാവിനറിയാം. നമുക്കറിയാം, ഈ യാക്കോബിന്റെ ലേഖനത്തിൽ ഒരേ ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ മഴയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു, അവൻ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ അങ്ങനെ ഒരു വാക്ക് മാത്രമേ നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുള്ളൂ, പ്രാർത്ഥിച്ചു എന്നുള്ളത്. മഴ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രാർത്ഥന ആരംഭിക്കുക. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ നോക്കി ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പോഴും നിരാശയുടെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ 7-ാം പ്രാവശ്യം ഒരു മനുഷ്യന്റെ ഉള്ളം കൈ അളവിൽ ഒരു മേഘം പൊങ്ങി വരുന്നത് കാണുകയാണ്. ഒരു ചെറിയ അടയാളം വെളിപ്പെട്ട് വരികയാണ്. ഉപവാസത്തിന്റെ 28 ദിവസങ്ങൾ അത് നമ്മൾ കടന്നുപോയി. വേറെ എത്ര ഉപവാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു. വ്യക്തിപരമായി നിങ്ങൾ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ മറുപടിയില്ലാതെ ആരെങ്കിലും ഇതിന്റെ നടുവിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ദിവസം ഒരു ചെറിയ അടയാള മേഘം നിങ്ങൾക്ക് വേണ്ടി ദൈവം പോലെ അയക്കാൻ പോവുകയാണ്. ഒരു ചെറിയ അടയാള മേഘം, ഒരു ചെറുതാണ്, ഒരു ഉള്ളം കൈ അളവ്, ഒരു മനുഷ്യന്റെ കൈപ്പത്തി പോലെ ഒരു മേഘം വന്നു കഴിഞ്ഞാൽ അതെന്തുമാത്രം മഴ പെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത കാറ്റടിക്കുമ്പോൾ അത് പോവും. ആ ഒരു ചെറിയ മേഘം കൊണ്ട് ഒന്നും നടക്കത്തില്ല. നമുക്കറിയാം, ഒരു വലിയ മഴ പെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരുക്കങ്ങൾ ഉണ്ടാകണം. നല്ല കാറ്റടിക്കണം, കാർമേഘം ഉരുണ്ടുകൂടണം, കറുത്തൊരു അന്തരീക്ഷം ഉണ്ടാകും, വെളിച്ചം കുറവുണ്ടാകും. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, വലിയ മഴ പെയ്യാൻ പോകുക. ചെറിയ മഴയ്ക്ക് വലിയ സിംറ്റംസ് ഒന്നും കാണത്തില്ല, പക്ഷെ വലിയ മഴ വേണം. ഇവിടെ ഒരു ചെറിയ മേഘം പൊങ്ങുമ്പോൾ എങ്ങനെ ഇത് വലിയ മഴയായി മാറും? ഇന്ന് പകൽ ദൈവാത്മാവിൽ പറയട്ടെ, ഒരു ചെറിയ വിടുതൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇത് വലുതാക്കി മാറ്റാൻ ഇന്ന് പൽക്കാലം ഒരുക്കത്തോടെ കാത്തിരിക്കുന്നുവെങ്കിൽ, എലിയാവിനെ പോലെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ തയ്യാറാണെങ്കിൽ അത് വലിയ മുഴക്കമായി മാറുകയാണ്. പലപ്പോഴും നമുക്ക് വാഗ്ദത്തങ്ങളുടെ അടയാളങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരുന്നുവെങ്കിലും നമ്മുടെ വാക്കുകളാൽ അത് പലപ്പോഴും അത് തകർന്നു പോകുകയാണ്. ഇതിനു മുൻപ് എത്രയോ ദൂത് കേട്ടതാ, ഇതിനു മുൻപ് എത്രയോ പ്രാർത്ഥിച്ചതാ, എത്രയോ ഉപവസിച്ചതാ, ഇതുവരെ നടന്നില്ലല്ലോ എന്ന് പലപ്പോഴും ചിന്തിക്കുക. ഈ ചെറിയ മേഘം കണ്ടിട്ട് എലിയാവ് പറഞ്ഞെന്നറിയാമോ? ഒരല്പം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്പം വലുതാകുന്നു എന്ന് നോക്കാനല്ല പറഞ്ഞത്. നീ ആഹാബിനോട് ചെന്ന് പറ, വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന്. എത്ര പേർക്ക് ഇന്ന് പലക്കാലം വിശ്വസിക്കാൻ കഴിയും? ഒരു ചെറിയ അടയാളം നിന്റെ ബിസിനസ്സിൽ വെളിപ്പെടുമ്പോൾ, ഒരു ചെറിയ അടയാളം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, നിന്റെ തലമുറയ്ക്ക് വെളിപ്പെടുമ്പോൾ, ഒരു കൊച്ചു കാര്യങ്ങൾ ഒരു അനുകൂലമായി വെളിപ്പെടുമ്പോൾ അതിനെ വലുതാക്കി എടുക്കുന്ന ഒരു കൃപ ഇന്ന് പലക്കാലം നിങ്ങൾ ഞാനും പ്രാപിക്കട്ടെ. നമ്മുടെ ദൈവത്തിന്റെ പദ്ധതി അതാ. എലിയാ പറയാം, വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന്. എങ്ങനെ പ്രവചിക്കാൻ കഴിയും ഈ കൊച്ചു മേഘം കൊണ്ട് വലിയ മഴയുണ്ടെന്ന്? ഇന്ന് പകൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു ആശ്വാസം വെളിപ്പെടുന്നെങ്കിൽ ആ ആശ്വാസം കൊണ്ട് നിങ്ങളുടെ വാഗ്ദത്തത്തെ വലിയ മഴയാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചനകളെ അത് പ്രാപിച്ചെടുക്കുവാത്തക്ക നിലവാരത്തിൽ, ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ആക്കിയെടുക്കത്തക്ക നിലവാരത്തിൽ ദൈവം പകരും, ബലപ്പെടുത്തും. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുവാൻ എത്ര പേര് ഒരുക്കപ്പെടുന്നുണ്ട്? ഒരു ചെറിയ മേഘത്തെ ഒരു വൻമഴയായി പ്രഖ്യാപിക്കുകയാണ് എലിയാവ്. ഇന്ന് പകൽക്കാലം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഒരു അനുകൂലമായ ചില പേപ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ഓഫീസിൽ നിൽക്കുമ്പോൾ ചിലർ പറയും, വിളിച്ചിട്ട് ഒരു മറുപടിയും അനുകൂലമായിട്ടൊന്നും കേൾക്കുന്നില്ല, ഒരു സിംറ്റംസും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പറയാം, നോക്കട്ടെ, ഒരാൾ വാങ്ങിയിട്ടുണ്ട് എന്നൊരു ചെറിയ വാക്ക് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട് ആ ചെറിയ മേഘത്തെ ഒരു പെരുമഴയാക്കി മാറ്റാൻ കഴിയും. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളത്തിൽ ഒരു ധൈര്യം തരികയാ. നിങ്ങളുടെ ചെറിയ വാഗ്ദത്തങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന ഒരു വചനം, നിങ്ങൾ കരയുന്ന ഒരു വിഷയമായിരിക്കാം, നിങ്ങൾ ആ വേറെ നാൾ കൊണ്ട് ഭാരപ്പെടുന്ന വിഷയമായിരിക്കാം, അനുകൂലമായിട്ടൊരു വചനമായിരിക്കാം. എന്ന് പൽക്കാലം നിങ്ങൾ കേൾക്കുന്നത്, ആ വചനം കയറി പിടിച്ചതിനെ വലുതാക്കി എടുക്കത്തക്ക നിലവാരത്തിലുള്ള വിശ്വാസം ദൈവം ചിലരുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തീത്തോസ് 1:13 പറയുന്നത്, മോനെ തീത്തോസെ, ആ വിശ്വാസത്തെ നീ ആരോഗ്യമുള്ളവനായി കാണപ്പെടണം.
ഹാലലി ഒരു ഹെൽത്തി ആയിട്ടൊരു ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹാലലി ആടി ഒലഞ്ഞ് 8, 10 എന്നൊക്കെ തേഞ്ഞ് ഹാലലി മുടന്തുള്ള വിശ്വാസമല്ല നമുക്ക് ആവശ്യം. ആരോഗ്യമില്ലാത്ത വിശ്വാസം അത് നമുക്ക് വേണ്ട. അനാരോഗ്യമായ വിശ്വാസം ഹാലലിയ നമുക്ക് വേണ്ട. ഹാലലി നമ്മുടെ ജീവിതത്തിൽ ഊനമുള്ള വിശ്വാസം വേണ്ട. തളർന്നു പോയുന്ന വിശ്വാസം വേണ്ട. വിശ്വാസം ഉണ്ടെങ്കിൽ അത് ആരോഗ്യമുള്ളതായിരിക്കണം. ഒരു പവർഫുൾ ഫെയ്ത്ത് ആണ് നമുക്ക് ആവശ്യം. നമ്മൾ പ്രാർത്ഥനയ്ക്കെല്ലാം ഭയങ്കര മിടുക്കരാണ്. നമ്മൾ ഇഷ്ടംപോലെ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. വിശ്വാസമാണ് ഇവിടെ ആക്റ്റീവ് ആകേണ്ടത്. നമ്മുടെ വിശ്വാസം ഇന്ന് പകൽക്കാലം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വിഷയത്തിന്മേൽ കടത്തിവിടാൻ പോകുകയാണ്. വിശ്വാസം അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ വിഷയത്തിന്മേൽ ആ കൊച്ചു വാക്തത്വം ഒരു വചനമായിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ അനുകൂലമായി നമുക്ക് കിട്ടിയതെങ്കിൽ അതിൽ നമ്മുടെ വിശ്വാസം കടത്തിവിട്ടാൽ എലിയാവിന് പോലും നമ്മൾ വാക്ക് പറയാൻ തുടങ്ങും. വലിയ മഴയുടെ മുഴക്കമുണ്ട്. പ്രാർത്ഥിച്ച തളർന്ന ചില വിഷയത്തിന്മേൽ ഒരടയാളത്തിന്റെ ശബ്ദം, ഒരടയാളത്തിന്റെ ഒരു സിംറ്റംസ് ചില കുടുംബത്തിന്മേൽ വെളിപ്പെടാൻ പോകുക. ഒരു വേള ചിലരുടെ പിന്മാറ്റത്തിന് വേണ്ടിയായിരിക്കും, പിന്മാറ്റത്തെ ഓർത്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ചിലരുടെ മാനസാന്തരമില്ലായ്മയെ ഓർത്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുമായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തലമുറയുടെ ഭാവി ഓർത്തായിരിക്കാം. ശുശ്രൂഷയുടെ ആ വിശാലത ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ബിസിനസ്സിനെ ഓർത്തായിരിക്കാം. കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ചിലങ്കിൽ കേസ് സംബന്ധമായ വിഷയം, സിവിൽ കേസുകൾ വല്ലതും കൊണ്ടായിരിക്കാം. ആ വിഷയത്തിനായിരിക്കാം ഭാരപ്പെടുന്നത്. അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, അല്ലെങ്കിൽ ഇന്ന് പകൽ ചില അടയാളങ്ങൾ വെളിപ്പെടാൻ പോവുകയാ. പ്രാർത്ഥിച്ചു മടുത്തുപോയ ചില വിഷയത്തിന് മേൽ അല്ലെങ്കിൽ നമ്മൾ പോലും അത് മാറ്റിവെച്ചിരിക്കാം. ഇത് ദൈവഹിതമാണോ എന്ന് തോന്നുന്നില്ല. അനേക ദൂത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചതാ. പക്ഷെ അതിന്റെ ഒരു അടയാളം നമ്മൾ കാണാത്തത് കൊണ്ട് ചിലപ്പോൾ ആ പ്രാർത്ഥന വിഷയം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്നവരായിരിക്കാം. ഇനി എന്തെങ്കിലും പുതിയത് ദൈവം ചെയ്യട്ടെ എന്ന്. എങ്കിലും ആ തളർന്നു പോകാതെ വിശ്വാസത്തോടെ നീ മീറ്റിങ്ങിന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുണ്ട്, 6 പ്രാവശ്യം കാണാത്തത് 7-ാം പ്രാവശ്യം കാണാൻ പോകുക. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ വാക്കിലാണെന്ന് പരിശുദ്ധാത്മാ വ്യക്തമായ ആലോചന പറയുകയാ. കരയുന്ന വിഷയത്തിന്, ആരെങ്കിലും രഹസ്യമായി കരയുന്ന ചില വിഷയത്തിന് ദൈവാത്മാ വ്യക്തമായി പറഞ്ഞു. രഹസ്യമായി കരയുന്ന ചില വിഷയത്തിന്, പുറത്ത് പറയാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളിൽ കരയുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവാത്മാ പറയുക, നിങ്ങളുടെ സമയം അടുത്തിരിക്കുക. കർത്താവിന്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ചിലരുടെ സ്വഭാവ വൈകല്യങ്ങളെ ദൈവം മാറ്റാൻ പോകുക. കുടുംബത്തിനകത്ത് ചില സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്ന ചിലരിന് നടുവിൽ ഇരിപ്പുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. മരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാനങ്ങ് മരിച്ചു പോകുമായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന ചില അനുഭവങ്ങള്. ഞാനിത് ആരോട് തുറന്നു പറഞ്ഞു പ്രാർത്ഥിക്കും? ഞാൻ ആരോട് എന്റെ വിഷയം ഷെയർ ചെയ്യും? പുറത്ത് പറയാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവാത്മാ പറയുക, 6 പ്രാവശ്യം, 6 വർഷമാകട്ടെ, 6 മാസമാകട്ടെ നടക്കാത്ത ചില വിഷയങ്ങൾ, തളർന്നു പോകല്ലേ. ദൈവത്തിന്റെ അടയാളത്തിന്റെ കരം വെളിപ്പെടാൻ പോകുക. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ അത് മേഘമല്ല, അത് തമ്പുരാന്റെ കരമായിരുന്നു. ദൈവത്തിന്റെ കരം നീട്ടുകയാ. മോനെ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് അതിനനുസരിച്ചാണ് ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഒരു വേള മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാന്റെ കൈ മേഘം പോലെ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ഒരു രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ഒരു വൈദ്യനെ പോലെ വെളിപ്പെട്ടു വരാനിടയായി തീരും. കരയുന്ന നിന്റെ ജീവിതത്തിൽ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കരമായി ഇറങ്ങി വരും. എഴുന്നേൽക്കാൻ കഴിയാതെ, ഒറ്റയ്ക്ക് മുന്നേറാൻ കഴിയാതിരിക്കുമ്പോൾ നിന്നെ താങ്ങുന്ന ഒരു കരമായി ഇറങ്ങി വരും. നിന്നെ ആശ്വസിപ്പിക്കുന്ന കരമായി ഇറങ്ങി വരും. നിന്നെ തലോടുന്ന കരമായി ഇറങ്ങി വരും. നിന്നെ വാരി പുണരുന്ന കരമായി ഇറങ്ങി വരും. ആരുമില്ലാത്ത നിനക്കൊരപ്പന്റെ സ്നേഹമായി ആ ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. എത്ര പേർക്ക് ഇന്ന് പലക്കാരം വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നിന്റെ ഏകാന്തതയെ ദൈവം ബ്രേക്ക് ചെയ്യാൻ പോകുക. കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. കൂട്ടത്തിന്റെ നടുവിൽ ഏകാന്തത അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ബ്രേക്ക് ത്രൂ നടക്കാൻ പോകുകയാ. ദൈവം ഒരു എൻകൗണ്ടർ ഉപവാസ പ്രാർത്ഥനയെ തുറക്കും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഏകാന്തതയെ ബ്രേക്ക് ചെയ്യാൻ പോകുകയാ. ഒറ്റയ്ക്കായി പോയല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്നും കൈത്താങ്ങാൻ ആരുമില്ലല്ലോ, ഒരു വാക്ക് കൊണ്ട് ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്ന് പലപ്പോഴും ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ദൈവം പറയുന്നു, ഇല്ല, നിന്റെ കൂടെ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരിക്കലും പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ,
ദൈവമേ ഞാൻ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ദൈവം പറയാവില്ല, ഏലിയാവേ, ഞാൻ 7000 എണ്ണത്തിനെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്ക് കൂടെ നിൽക്കുവാൻ, നിന്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ, നിന്റെ കൂടെ കൂട്ടായ്മ ആചരിക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്തുനിന്ന് പലരെയും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒറ്റയ്ക്ക് നിന്ന് ഏലിയാവിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു കൂട്ടം ജനം അവന്റെ പുറകിൽ വന്നു നിന്നതിന്റെ കാരണം ഹല്ലേലൂയ ദൈവം പറഞ്ഞു, ഞാൻ 7000 എണ്ണത്തെ ചേർത്തിട്ടുണ്ട്, നീ ഒറ്റയ്ക്കല്ല. അപ്പൊ മറഞ്ഞിരിക്കുന്ന ചില നന്മകൾ, മറഞ്ഞിരിക്കുന്ന ചില ബന്ധങ്ങൾ, മറഞ്ഞിരിക്കുന്ന ചില കാലം നിന്നോടുകൂടെയുള്ള കൂട്ടായ്മ ആചരിക്കേണ്ടെന്ന വ്യക്തിത്വങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. യഹോവയുടെ കരമാണ് അവിടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. 43-ാം വാക്യം വായിക്കുമ്പോൾ ആ കരം, നമുക്കറിയാം കരമായതുകൊണ്ടാണ് ആ കരം നീണ്ടുവന്ന് എവിടെ വന്നെന്നറിയാമോ? പ്രാർത്ഥിച്ച് വിശ്വാസത്തിന്റെ വാക്ക് പ്രഖ്യാപിച്ച ഏലിയാവിന്റെ മേൽ വരുവാനിടയായി. ഹല്ലേലൂയ. ആഹാബിനോട് ഏലിയാവ് ശിഷ്യനോട് പറഞ്ഞു, ആ ഭൃത്യനോട് പറഞ്ഞു, ആഹാബിനോട് പറഞ്ഞു, വലിയ മഴയുടെ മുഴക്കമുണ്ട്, നീ രഥം പൂട്ടി പുറപ്പെട്ടു, മഴ തടുക്കാതിരിക്കുവാൻ. അങ്ങനെ ആഹാബ് എന്ത് ചെയ്യുന്നറിയാമോ? ആഹാബ് രഥമൊക്കെ പൂട്ടി കുതിരകളെയൊക്കെ കെട്ടി റെഡിയായി അദ്ദേഹം പോകുക. അപ്പൊ ഈ ദൂത് പറഞ്ഞ ഏലിയാവിനോട്, ഏലിയാവെ, കുടവെല്ലാം കയ്യിലുണ്ടോ? അല്ലെങ്കിൽ നീ വരുന്നുണ്ടോ? നീ നനഞ്ഞു പോകത്തില്ലയോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ല. ദൂത് പറഞ്ഞവനെ കൈവിട്ടിട്ടാണ് പുള്ളിക്കാരന്റെ പോക്ക്. പക്ഷേ ദൂത് പറഞ്ഞ ആള് ദൂത് കേട്ട് നന്മ പ്രാപിച്ച് നീ കൈവിട്ടെന്ന് പറഞ്ഞാലും നിങ്ങളാരും ഭാരപ്പെടരുത്, യഹോവയുടെ കാര്യം നമ്മുടെ ശിരസിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്നലകളിൽ പലരും നിന്നെ മറന്നു പോയിട്ടില്ലേ? ഇന്നലകളിൽ നിന്നിൽ നിന്ന് നന്മ പ്രാപിച്ച പലരും അവർ ഉയർച്ചയിൽ ഞാൻ കാണാം, സഹായിക്കാമെന്ന് പറഞ്ഞ് പലരും നിന്നെ മറന്നുപോയെങ്കിലും മറക്കാത്തൊരു ദൈവത്തിന്റെ കാര്യം ഇന്ന് പോലെക്കാലം നിന്റെ മേൽ വെളിപ്പെടും. നീ സഹായിച്ച പലരും ഇന്ന് നിന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നിന്റെ സാഹചര്യങ്ങൾ, നിന്റെ ഫോൺ എടുക്കാൻ പോലും ഒരു മനസ്സ് വയ്ക്കുന്നില്ല. ആരെങ്കിലും എല്ലാം ബിസിയാണെന്ന് പറഞ്ഞ് മാറിപ്പോകുമ്പോൾ ദൈവാത്മാ പറയുന്നു, ഒരാഹാബിനെ നീ വിശ്വസിക്കേണ്ട, യഹോവയുടെ കാര്യം ചിലരുടെ ശിരസിൽ വെളിപ്പെടാൻ പോവുകയാണ്. യഹോവയുടെ കാര്യം ശിരസിൽ വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ അരമുറുക്കി ചെരുപ്പിട്ടുകൊണ്ട് ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്നലകളിൽ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഒരു യാത്ര പോകണമെങ്കിൽ എനിക്കൊരു കുതിര ആവശ്യമാ, അല്ലെങ്കിൽ ഒരു രഥം ആവശ്യമാ. ഇതൊന്നും വേണ്ട പ്രിയമുള്ളവരെ. ഈ കുതിരയും രഥത്തെ ഓവർകം ചെയ്യുന്ന ഒരു അഭിഷേകമാ നിന്റെ തലയിലേക്ക് ദൈവം അയക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ആരുടെയൊക്കെയോ ശിരസിന്മേൽ യഹോവയുടെ കരം വെളിപ്പെടുകയാ. ചില തലമുറയുടെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടും. ചില കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടും. കാരണം യഹോവയുടെ കരം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ, പിന്നെ നമ്മുടെ തലവിധി അങ്ങ് മാറും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മലയാളത്തിൽ പറയാറുണ്ട്, ഇതെന്റെ വിധിയാ, ഇതെന്റെ തലയിലെഴുത്താന്നൊക്കെ പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് എഴുതുന്നത് മൊത്തവും പിശാച് എഴുതി വെച്ച് നമ്മുടെ മെമ്മറിക്കകത്ത് എഴുതി വെച്ചിട്ട് നമ്മളെ കൊണ്ട് അത് കൊണ്ട് പറയിക്കും. എന്തെന്നറിയാമോ? ഓ, എല്ലാവരും നന്മ പ്രാപിച്ചു, ഞാൻ മാത്രം പ്രാപിച്ചില്ലെന്ന്. എല്ലാവരോടും ദൂത് പറഞ്ഞു, എനിക്ക് മാത്രം ദൂതില്ലെന്ന്. ഒന്നും നീ ഭാരപ്പെടരുത്. യഹോവയുടെ കരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെഴുത്ത് മാറും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തലയിലെഴുത്ത് മാറിയവരുണ്ട്. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വന്നു. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യത്തില് അവന്റെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി, എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞ കുറുക്കി, ഹല്ലേലൂയ, നല്ല കണ്ടന്റ് ആയിട്ട് 4-5 വാക്ക് മാത്രമേ പുള്ളി പറഞ്ഞുള്ളൂ. ഒന്ന്, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ദൈവത്തോട് പറയുക, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്നെ അനുഗ്രഹിക്കണം, എന്റെ അതിരൊന്ന് വിശാലമാകണം, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം, അനർത്ഥങ്ങൾ വ്യസനത്തിന് കാരണം. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചോളൂ. ഈ പ്രാർത്ഥന വേറെ 4-5 ദിവസം ഉപസിച്ചെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ പറയേണ്ട നിലവാരത്തിൽ 4 വാക്ക് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു പോകാനിടയായി തീരും. ചിലർ വലിച്ച് നീട്ടി അങ്ങ് പ്രാർത്ഥിക്കും. പിറ്റേന്നും അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിറ്റേന്നും അത് തന്നെ പറഞ്ഞു, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് 7 വർഷം കൊണ്ട് പ്രാർത്ഥിക്കും. ഒന്നുമില്ല. പിന്നെ അത് തന്നെയാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമുക്കിട്ടും വിശ്വാസമൊന്നുമില്ല. ദൈവം ചെയ്യുമെന്ന് വിശ്വാസം, ദൈവത്തിന് മേൽ വിശ്വാസം നമുക്കില്ല. പക്ഷെ ഇവിടെ കാച്ചി കുറുക്കിയ 4 വാക്ക് അതിന്റെ അവസാനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് കൊടുത്തു. അത്രേ ഉള്ളൂ. ചിലരുടെ പ്രാർത്ഥന മാറാൻ പോവാ. ഈ വിശ്വാസം അകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അത് ഭയങ്കര മാറ്റം ഉണ്ടാകും. ഈ പ്രാർത്ഥന, ഈ മീറ്റിംഗ്, ഈ വചനം കേട്ട് കഴിയുമ്പോൾ ചിലരുടെ ഉള്ളിൽ ജയിച്ചൊരു വ്യക്തി എഴുന്നേറ്റ് പോകുന്നവരങ്ങ് പോകും. ജയിച്ചൊരു വ്യക്തി എഴുന്നേറ്റ് പോകുന്നുണ്ടോ? ജയിച്ചവൻ ആമേൻ പറഞ്ഞു പോകുമ്പോൾ ജയിച്ചവനെ പോലെ നമ്മൾ പോകും.
ഇന്നലെ വരെ നിങ്ങൾ ഡെസ്പായി, പ്രാർത്ഥന കഴിയുമ്പോൾ പിന്നെയും നിരാശയങ്ങ് നിറയും, പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശ്വാസം വരും, വചനം കേൾക്കുമ്പോൾ ഒരു വിശ്വാസം വരും, പിന്നെ നമ്മൾ ചോർന്നു പോകുന്ന ഒരു അനുഭവം ഇതങ്ങ് മാറി ഇതങ്ങ് നിറയും. വിശ്വാസം കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ നടപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ. ഈ രാഷ്ട്രീയക്കാരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അതിന് ഇലക്ഷന് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് ആരും ഉറങ്ങത്തൊന്നുമില്ല. അവിടെ പടക്കം പൊട്ടിക്കുന്നു, ഇവിടെ ഈങ്കില വിളിക്കുന്നു, വണ്ടിക്കകത്ത് കയറി പോകുന്നു, കൊടി പിടിച്ച് കുലുക്കുന്നു. അയ്യോ, എന്തൊക്കെയാ പരിപാടി എന്നറിയാമോ? ജയിച്ചവന്റെ പ്രതിനിധി. തോറ്റവരെ ഒരു സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തോറ്റവര് ഇവര് വാങ്ങിയ പടക്കം വെള്ളം ഒഴിച്ചിട്ട് വീട്ടിനകത്ത് കവറിനകത്തിട്ട് പൂട്ടി വയ്ക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് പൊട്ടിത്തെറിക്കാതിരിക്കേ. ലഡു ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ ആരും അറിയാതെ തിന്നും. പക്ഷേ 4 പേരറിയും ജയിച്ചൊരു വ്യക്തി. നമ്മുടെ ജീവിതത്തിൽ ചില വിജയം വന്നു കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാരറിയാൻ പോവാ, നിന്റെ കൂടെ പഠിക്കുന്നവർ അറിയാൻ പോവാ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അറിയാൻ പോവാ, നമ്മുടെ ദേശത്ത് അറിയാൻ പോവുകയാ. നമ്മളായിരിക്കുന്ന ദേശത്ത് ജയിച്ചവനെ തിരിച്ചറിയും. ഒരു ജയിപ്പിക്കാൻ അധികം നമ്മളിവിടെ കൊണ്ടുവന്നേ. ഈ എബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര ഒരു വേദനയുടെ, കഷ്ടതയുടെ ഘോഷയാത്രയിലൂടെ പോകുന്ന മനുഷ്യനാണ്. സത്യം പറഞ്ഞ അമ്മ ഇട്ട പേര് ഒരു വല്ലാത്ത പേരാണ്. നമ്മളൊക്കെ, ഞാൻ ഒത്തിരി പേർക്ക് പേരിട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ പിള്ളേർക്ക് പേരിടാൻ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. എന്തോ ഇടണ്ടെന്ന് ഒരു പിടിയില്ല. ഒത്തിരി പേര് എഴുതി വെക്കും, അതുപോലെ വെട്ടിക്കളയും, പിന്നെ എഴുതും, പിന്നെയും വെട്ടും. ആണാണെങ്കിൽ ഇത്, പെണ്ണാണെങ്കിൽ ഇതെന്ന് പറഞ്ഞ് കുറെ പേര് എഴുതി വെക്കും. ഇതൊന്നും അല്ല നടന്നത്. അവസാനം ഒരു കൊച്ചു ഉപദേശി വന്നൊരു പേര് പറഞ്ഞു തന്നു. അതുമൊക്കെ പലരും പല പേരൊക്കെ പറയുക. നമ്മുടെ പിള്ളേർക്ക് ആർക്കെങ്കിലും അങ്ങനെ പേരിടുവോ? എബേസിനെ പോലെ പേരിടുവോ? വയ്യാത്ത കുഞ്ഞാണെങ്കിലും, അവൻ ജനറ്റിക് ആയിട്ട് പ്രശ്നമുള്ള കുഞ്ഞാണെങ്കിലും നല്ല പേര് നമ്മൾ ഇടത്തുള്ളൂ. പക്ഷെ പൊതുവിൽ ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോകണം. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പേരിടുന്നത് ആരോഗ്യസ്വാമി എന്ന് പേരിടും. ആളെ കണ്ട എക്സ്റേ പോലിരിക്കും. ആരോഗ്യസ്വാമി എന്നാ പേര്. സുന്ദരൻ എന്നൊക്കെ പേരിടാറുണ്ട്. അപ്പൊ ഈ പേരിന്റെ ഒരു ജീവിതത്തിൽ, നമ്മുടെ വേദപുസ്തകത്തിൽ നമ്മൾ ദൈവമക്കൾക്ക് പേരിന്റെ പിന്നിൽ ഭയങ്കര അനുഗ്രഹമുണ്ട്. നമ്മൾ പേരിടുന്നത് എന്തുവാ? പീറ്റർ എന്നും ലൂക്കോസ് എന്നും ശമൂവേൽ എന്നും, പിന്നെ അതുപോലെ നല്ല ബൈബിളിലുള്ള പേര് യോശുവ, മോസസ്, ഇങ്ങനെയൊക്കെ നല്ല പേരിടും. പക്ഷെ നമ്മൾ വിളിക്കുന്നത് വേറെയാണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിച്ചോണം. കുഞ്ഞുങ്ങളെയൊക്കെ കയറി വിളിക്കുന്ന വിളി കണ്ടു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ നമ്മൾ വിളിക്കും. ഞാൻ ഉൾപ്പെടെ പ്രതികൂട്ടി നിന്നോണ്ട് പറയുക, ബുദ്ധിയില്ലാത്തവൻ. ചെല്ലു പിന്നെ പബ്ലിക്കോട്ട് അങ്ങ് പൊട്ടു തോന്നുന്നു, കഴുത, മന്ദബുദ്ധി, ഇതൊക്കെ വിളിക്കുന്നത്. ഇട്ട പേരെന്തുവാ? പ്രിയമുള്ളവരെ, അമ്മ ഇട്ട പേര് വ്യസനപുത്രൻ എന്നാ. അപ്പൊ വീട്ടിലൊരു നല്ല അംഗീകാരം അവനില്ല. എന്താ ഇങ്ങനെ ഇടാൻ കാര്യം? ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. 2 കുഞ്ഞുങ്ങൾ, മൂത്ത മോള്, ഇളയ മോള്, 2 പെൺകുട്ടികളാണ്. ഈ ഇളയ കുട്ടിയെ അദ്ദേഹം എടുത്ത് മടി വെച്ചിട്ട്, മൂത്ത കുട്ടി അവിടെ നിപ്പുണ്ട്. പുള്ളി പറയുന്നത്, പാസ്റ്റർ, ഇവള് ജനിച്ച ശേഷമാണ് ഞങ്ങളുടെ ബിസിനസ്സിനൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പം പോരാ, ശരിയല്ല. ഈ കുഞ്ഞ് ജനിച്ചപ്പോഴാണ് എന്റെ ബിസിനസ്സൊക്കെ മാറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. മറ്റേ കുട്ടിയോട് നോക്കി നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം അന്ന് എബേസിന്റെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഡെലിവറി സമയത്ത് ഈ പപ്പ മരുന്ന് മേടിക്കാൻ പോയ സമയത്ത് ആക്സിഡന്റ് ആയോ ഒന്നും എനിക്കറിയത്തില്ല. എന്തോ ഒരു അനർത്ഥം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു, ജനിച്ച സമയത്ത് സംഭവിച്ചു. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പേരിട്ടത്. ഇവന്റെ സഹോദരന്മാര് ഇവനെ ഒറ്റപ്പെടുത്തി. പഠിക്കുന്ന സ്കൂളിൽ ഇവൻ ഒറ്റപ്പെട്ടു. എന്നുവെച്ചാൽ എന്താ പറയുന്നത്, ദോഷമുള്ളവൻ എന്നൊക്കെ പറയത്തില്ലേ? ദോഷമുള്ളവര് ഒന്നുകൂടെ പറഞ്ഞ, ജാതികൾ പറയുന്ന പോലെ കണി കാണാൻ കൊള്ളാത്തവൻ. അവനെ കണ്ടു കഴിഞ്ഞാൽ ആ മാസം പോക്കാന്നാ പറയുന്നത്. ടീച്ചറോ, നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരൊക്കെ ചിലരെ കണ്ടു കഴിഞ്ഞാൽ ആ മാസം പോക്കാ, ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമാണ്. അപ്പൊ ഈ കണി കാണാൻ കൊള്ളാത്ത ഒരുത്തനാണ് ഈ എബേസ്. പിന്നെ അനേക പ്രശ്നങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്, അനേക പ്രതിസന്ധികൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ അവൻ മാന്യനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഒന്നും കിട്ടിയില്ലെങ്കിലും, പ്രാർത്ഥന വിഷയം മറുപടി കിട്ടിയില്ലെങ്കിലും, ദൈവസ്ഥനിൽ നമ്മൾ മാന്യരായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ ഒന്നാമത്തെ ക്വാളിറ്റി, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഒറ്റപ്പെടുത്തലിന്റെ നടുവിലും ദൈവമായിട്ടുള്ള ഈ ബന്ധം, മാന്യത നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാകണം.
നമ്മുടെ നാവ് കൊണ്ടോ, നമ്മുടെ ചിന്തകൾ കൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മളെ ദുഷിക്കുന്നവരെ, ഒറ്റപ്പെടുത്തിയവർക്ക് ഒരു വേദന ഉണ്ടാകാതെ ജീവിക്കുവാൻ നിങ്ങളും ഞാനും തയ്യാറാകണം. അതിന് എബേസിന്റെ ജീവിതത്തിൽ ഒറ്റ വാക്കിലാ പറഞ്ഞിരിക്കുന്നത്, അവൻ മാന്യനായിരുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം, നമ്മൾ മാന്യരാണോ? നമ്മൾ എങ്ങനെയുള്ളവരാ? നമ്മുടെ ജീവിതം പല വ്യക്തികളുടെ നടുവിലൂടെ ജീവിക്കുന്നത്. അമ്മയുടെ കൂടെയും പപ്പയുടെ കൂടെയും ജീവിക്കും, സഹോദരങ്ങളുടെ കൂടെ ജീവിക്കും. വിവാഹം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്മായിയപ്പനുണ്ട്, അമ്മായിയമ്മയുണ്ട്, സഹോദരിമാരുണ്ട്, ഭർത്താവിന്റെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ബന്ധുക്കളുടെ പോയി താമസിക്കും. ഇവിടെ എല്ലാം നമ്മൾക്ക് മാന്യത പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന ആമേൻ പറയുമ്പോൾ മറുപടി കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകും. എബേസിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? അവൻ അതിനകത്ത് പ്രാർത്ഥിച്ച ഒരു വ്യക്തമായൊരു വിഷയം എന്ന് പറഞ്ഞു, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താണ് ദൈവത്തിന്റെ കൈ ഇവന്റെ കൂടെ ഇരുന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകത? യഹോവയുടെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അത് മനസ്സിലായി വരത്തുള്ളൂ. നമ്മൾ വേഗത്തിൽ ചില കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുൻപോട്ട് പോകും. അപ്പൊ ഇന്ന് പകൽ യഹോവയുടെ കരം വന്നാൽ ചില അനർത്ഥങ്ങൾ നിന്നെ ജയിക്കത്തില്ല, നീ അതിനെ ജയിക്കാനിടയായി തീരും. അനർത്ഥം വരുത്തില്ലെന്നല്ല, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നുണ്ട്, അനർത്ഥങ്ങൾ എനിക്ക് വ്യസനത്തിന് കാരണം. അപ്പൊ കഴിഞ്ഞ നാളിൽ ചില അനർത്ഥങ്ങൾ വ്യസനത്തിന് കാരണമായി. അനർത്ഥങ്ങൾ എല്ലാവർക്കും വരുന്നതാ. മനുഷ്യനെ ജനിച്ച എല്ലാവർക്കും അനർത്ഥങ്ങളുണ്ട്. ദൈവമക്കൾക്കും വിശ്വാസികൾക്കും പാസ്റ്റർമാർക്കും എല്ലാം അനർത്ഥം വരാറുണ്ട്. പക്ഷേ വചനം പറയുന്നു, വിടുവിക്കുന്ന ഒരു കരം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പേടിക്കേണ്ട കാര്യമില്ല. 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ എത്ര അസംഖ്യമാണ്. പാത്രം പറയാമോ? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. അടുത്ത വാക്യം കൂടെ പറയണം, എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ 2 വാക്യം കഴിഞ്ഞിട്ട് വേറൊരു വാക്യമുണ്ട്, അനർത്ഥങ്ങൾ എന്നല്ല, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നമുക്ക് അനർത്ഥങ്ങൾ ആയിരക്കണക്കിന് അനർത്ഥം, 1025 അനർത്ഥം വന്നാലും നമ്മൾ നിൽക്കും. കാരണം കർത്താവിന്റെ കൈ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ ഒറ്റ അനർത്ഥത്തിൽ തീരുന്ന ഒരു വ്യക്തിയുണ്ട്, ആര്? ദുഷ്ടൻ. ഒറ്റ അനർത്ഥം മതി. നമ്മുടെ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകൾ ലോകത്തിൽ ഒരാൾക്ക് വന്നിരുന്നെങ്കിൽ ഇവിടെ 35 പ്രാവശ്യം ആത്മഹത്യ ചെയ്തേ. പക്ഷെ നമ്മൾ എന്താ നിൽക്കുന്നത്? കാരണം ഒരു കാര്യം നമ്മുടെ കൂടെ ഉണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആ കരം നമ്മുടെ ശിരസിലാതെയും വച്ചിരിക്കുന്നത്. 89-ാം സങ്കീർത്തനം 20 വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാ, ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു, എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. എന്നെ വാക്കാന്നറിയാമോ? ദൈവത്തിന്റെ കൈ നമ്മുടെ കൂടെ സ്ഥിരമായിരിക്കുമെന്ന്. നമ്മൾ ചിന്തിക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കൈ വെളിപ്പെടും, ആരാധന ദൈവത്തിന്റെ കൈ വെളിപ്പെടും, പിന്നെ 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 എവിടെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മുഴുവാത്ത പ്രാർത്ഥനയിലൊക്കെ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ വേദോസം ദൈവം തന്നെ പറയുക, എന്റെ കൈ നിന്നോട് കൂടെ സ്ഥിരമായിരിക്കുന്നു. ഈ കൈ കൊണ്ടുള്ള ഗുണം മനസ്സിലാക്കിയിട്ടാ എബേസ് പ്രാർത്ഥിച്ചത്, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. എത്ര പേര് വൽക്കാലം പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. അനർത്ഥം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിന്റെ കരം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കരം നമ്മുടെ ശിരസിൽ വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് തന്നെ പറയാ, എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, വാഷളൻ പീഡിപ്പിക്കത്തില്ല, അതിൽ ഒരു ദോഷം അവന് വരുത്തില്ല. കാരണം യഹോവയുടെ കൈ. യഹോവയുടെ കൈ ഇരിക്കുന്ന മനുഷ്യന് കഷ്ടം വന്നാൽ അതിന് നടുവിൽ തക്ക സമയത്ത് ദൈവം വിടുവിക്കും. നിങ്ങൾക്കറിയാമോ, ദാവീദിന്റെ തലയിലാണ് ഈ കരം വന്നത്. ദാവീദിന്റെ തലയിൽ ഈ യഹോവയുടെ കരം വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇവന്റെ അകം കണ്ണ് തുറന്നു. അകത്തെ കണ്ണ് തുറന്നു വന്നപ്പോൾ വലിയ ഗോലിയാത്തിനെ കണ്ടിട്ട് പട്ടി കുരയ്ക്കുന്നത് പോലെ കണ്ടിട്ട് അവൻ കല്ലും വടിയുമായിട്ടവൻ ആളുങ്ങോട്ട് പോവുകയാ ഗോലിയാത്തിനെ കൊല്ലാൻ. ഇവിടെ ശൗല് പറഞ്ഞത്, ഇവിടെ മോനെ അങ്ങനെ പോകരുത്, നിന്നെ യുദ്ധം അഭ്യസിച്ച് വല്ല പരിചയം വല്ല മുൻപരിചയമുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞെങ്കിൽ ഓടിച്ചു വിട്ടാനെ. കാട്ടിൽ അപ്പന്റെ ആടുകളെ മേയ്ക്കുമ്പോൾ ഇതേ കരം കൊണ്ടാണ് ആടിനെ മേയിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, ഈ കരം കൊണ്ട് നീ ഇന്നും പഴയ ജോലിയായി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും നീ ഭാരപ്പെടരുത്, ഈ കരം നിന്റെ അവസ്ഥകളെ മാറ്റാൻ പോവുകയാ. ആ അഭിഷേകം പ്രാപിച്ച ദാവീദ് പെട്ടെന്ന് കൊട്ടാരത്തിൽ ചെന്ന്, എനിക്ക് കസേരതാന്നല്ല പറഞ്ഞത്, അവൻ വീണ്ടും അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് പോവുക. എന്നാ അപ്പനൊരു വാക്ക് പറഞ്ഞൂടെ, മോനെ ഇങ്ങനെ ഒരു അഭിഷേകം കൊണ്ട് മോനെ നീ അങ്ങോട്ട് പോകണ്ട, ഞാൻ വേറെ ആളെ വെച്ച് ആടിനെ മേയിച്ചോളാന്ന് അപ്പം പോലും പറഞ്ഞില്ല.
ഒരു അംഗീകാരം വീട്ടിൽ കിട്ടിയെന്ന് വരത്തില്ല, സഹോദരന്മാരുടെ ഒരു മാന്യത കിട്ടിയെന്ന് വരത്തില്ല, പക്ഷെ മാന്യനായിരുന്നു. നമുക്കാണെങ്കിൽ ആയിരക്കണക്കിന് പരിഭവം പറയാനുണ്ട് പപ്പയുടെ അടുത്ത്. എന്നെ ഏതെങ്കിലും ഒരു ജോലിക്ക് കയറ്റിക്കൂടായോ? എന്റെ സഹോദരന്മാരെല്ലാം പട്ടാളത്തിലാണല്ലോ, അവിടെ ഒരു തൂപ്പ് ജോലിക്ക് ഒരു പിയൂൺ പോസ്റ്റിലെങ്കിലും എന്നെ അവിടെ കടത്തിക്കൂടെ പപ്പ എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറയാമായിരുന്നു. പക്ഷെ മാന്യനായിരുന്നു. അവൻ പരിഭവം പറഞ്ഞില്ല. അപ്പം പറയുന്ന വേല ചെയ്തവൻ മാന്യനായി ജീവിക്കുക. അവനെ ആ ദൈവം കണ്ടത്. Praise the Lord. അവന് ദൈവം കാണാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ആരാധനയുള്ളവനായിരുന്നു, പ്രാർത്ഥനയുള്ളവനാ. അവൻ എവിടെ പോയാലും ആരാധിക്കും. നമുക്ക് ആരാധിക്കാൻ പറ്റുമോ? നമുക്ക് എല്ലാ സമയത്തും ആരാധിക്കാൻ പറ്റുമോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും എഴുത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എപ്പോഴും എങ്ങനെ ഇരിക്കുന്നേ? ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അന്നേരം സ്തുതി വരുമോ? അയ്യോ, പിന്നെ ഒത്തിരി വാചാലമായി ഫോൺ ചെയ്യാനുണ്ട്, സ്തുതി വരുമോ? ആ ഒരാളോട് സംസാരിച്ചാൽ തന്നെ 2 മണിക്കൂർ സംസാരിക്കുന്നവരുണ്ട്. ഒന്നുകിൽ ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്തിടണം, അല്ലെങ്കിൽ കറണ്ട് പോകണം. എന്തെങ്കിലും ചെയ്തെങ്കിലേ ഫോൺ തീരത്തുള്ളൂ സംഭവങ്ങൾ. പക്ഷെ ഇതൊന്നുമല്ല വിഷയം. ആണെങ്കിൽ യഹോവയുടെ കരമിരിക്കുന്നവൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് ദൂത് പറഞ്ഞു, നിന്റെ മേലൊരു പ്രത്യേക അഭിഷേകം വന്നു, കർത്താവിന്റെ കരം വന്ന വ്യക്തികൾ നിന്റെ നടുവിലുണ്ട്. എന്നിട്ടും പഴയ അവസ്ഥയിലൂടെ തന്നെയല്ലേ നീ മുൻപോട്ട് നീങ്ങുന്നത്? നിന്റെ അവസ്ഥ മാറ്റുവാൻ നിനക്ക് വേണ്ടി ചില ചാൻസുകൾ ഒരുക്കാൻ പോകുക ദൈവം. ദാവീദേ, നീ ആടുകളെ മേയിച്ചോ, അവിടെ ചില പ്രതിസന്ധികൾ നിനക്ക് നേരെ കടന്നു വരുന്നുണ്ട്. എന്തിനാ ദൈവം അതേ പഴയ വഴിയിലൂടെ കടത്തിവിടുന്നറിയാമോ? നമ്മളത് വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റന്റ് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഉയർച്ച, പെട്ടെന്ന് കോടീശ്വരനാകുക, പെട്ടെന്ന് ഈ ലോട്ടറി അടിക്കുന്ന പോലെ പെട്ടെന്നൊരു മാറ്റം, പെട്ടെന്ന് ഒരു ഉയർച്ച, ആത്മാക്കളുടെ നിറവ്, പിന്നെ ജോലി കാര്യങ്ങൾ, യാത്ര, പിന്നെ ഇങ്ങനെ ഒരു പിന്നെ ഗ്രീൻ കാർഡ്, ഇതെല്ലാം കിട്ടണം, പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അങ്ങ് ഓടുക നമ്മൾ. അതുകൊണ്ടാണ് അനേകര് ദൈവ വഴി വിട്ട് അനേക കുറുക്കുവഴി കണ്ടുപിടിക്കുന്നത്. ആ കുറുക്കുവഴി നടത്തുന്ന കുറുക്കുവഴിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു വൈദ്യനുണ്ടായിരുന്നു, കഷായം കൊടുക്കുന്ന വൈദ്യനാ. ഏത് രോഗത്തിന് ചെന്നാലും ഭയങ്കര വിടുതലാ പുള്ളിയുടെ കഷായം കഴിച്ചു കഴിഞ്ഞാൽ. സംഭവം എന്നറിയാമോ? പെയിൻ കില്ലർ കലക്കി കഷായത്തിനകത്തിട്ട് ഇയാൾ കൊടുക്കുക. ദേഹവേദനയോടെ ചെന്നാൽ കഷായം കുടിച്ചാൽ മാറുന്നു. അപ്പൊ ആൾക്കാർ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉപദേശം കൊണ്ട് അനേകരെ തെറ്റിക്കുന്ന, പെട്ടെന്ന് വിടുതൽ, പെട്ടെന്ന് സൗഖ്യം, പെട്ടെന്ന് ഇപ്പൊ വിടുതൽ നടക്കുക. 5 ലക്ഷം രൂപ ഓപ്പറേഷൻ പറഞ്ഞെങ്കിൽ വെറും 200 ആട്ടോയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ സൗഖ്യം കിട്ടുമെങ്കിൽ പിന്നെ അതല്ലേ മനുഷ്യൻ ചെയ്യുന്നേ? ഓ, ബാക്കി എത്ര ആയിരം രൂപ ലാഭമാ. പെട്ടെന്ന് വിടുതൽ, പെട്ടെന്ന് പിന്നെ ഇടയ്ക്ക് എവിടെ ആരോ പറയുന്നത് കേട്ടു, എല്ലാവർക്കും സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് തരാൻ പോവുകയാ. ചാവി പിടിച്ചോ, ചാവി പിടിച്ചോ, ചാവി പിടിച്ചോ എന്ന് എല്ലാവരും കിടന്ന് പിടിക്കുക. എന്നിട്ട് ഇവൻ പോയി പഴയ വാടക വീട്ടിൽ തന്നെയാ കിടക്കുന്നത്. എവിടെടാ നിന്റെ അപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ അവനറിയത്തില്ല. പക്ഷെ ഈ ആൾക്കാരുടെ ഇളക്കപ്പെരുക്കം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാ ചിലർ ഈ അലയ്ക്കുന്ന കിടന്ന് ഈ വഴക്കുണ്ടാക്കുമ്പോൾ കൂടുതൽ സംസാരിക്കുന്നവരെന്ന് നല്ലവരാണെന്നാ എല്ലാവരുടെയും ചിന്ത. പക്ഷെ നല്ലവരൊന്നുമല്ല. ഒത്തിരി സ്റ്റേഷനിൽ പോയാലും ഒത്തിരി അങ്ങ് സംസാരിക്കുന്നു, വാചാലമായിട്ട് സംസാരിക്കും. അവസാനം CA പറയും മിണ്ടാതിരടാന്ന് പറയും. ഒത്തിരി സംസാരിച്ചാൽ എന്തോ കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പ്രഷർ കൊടുത്ത് മനുഷ്യന്റെ തലച്ചോറിനെ മാറ്റിയെടുത്ത് അനുഗ്രഹം, വിടുതൽ, സൗഖ്യം എന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടക്കുന്ന ദൈവിക രോഗശാന്തി ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച സൗഖ്യമാകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവിക രോഗശാന്തി ആ കർത്താവിന്റെ അടിപ്പിണരാൽ തന്നെ വെളിപ്പെടണം. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ആ രോഗം നിന്റെ മേൽ ക്ലെയിം ചെയ്യത്തില്ല. പിന്നെ നമ്മളായിട്ട് ചെന്ന് കുരുങ്ങി കൊടുക്കാതിരുന്നാൽ മതി. ഗലാത്യർ 5 എന്ന് പറയുന്നത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാ. പിന്നെ അടിമോഹത്തിന് ഒന്ന് കുടുങ്ങി കൊടുക്കരുത്. അങ്ങോട്ടേ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുരുങ്ങിപ്പോകും. അത് കർത്താവ് ഉത്തരവാദിയല്ല. പലരും വിടുതൽ പ്രാപിച്ച് എന്ന് വീണ്ടും കുരുങ്ങി കൊടുക്കുക. അപ്പൊ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അല്പമേ ഉള്ളൂ, നരിയാണിയോളം വെള്ളമാണോ, അതിൽ നമ്മൾ വിശ്വാസത്തോടെ നിൽക്ക്. പ്രാർത്ഥിക്കാനാണോ കൃപ നിൽക്കുന്നത്, അത് വിശ്വാസത്തോടെ നിൽക്ക്. ദൈവം അളന്നിട്ടാ അതിന്റെ അളവ് മാറ്റുന്നേ. ദാവീദ് കിട്ടിയ അഭിഷേകം കൊണ്ട് അപ്പന്റെ ആടുകളെ മേയിച്ച് വിശ്വാസത്തോടെ നിൽക്കുക. വേണമെങ്കിൽ പറയാവുന്ന രാജകീയ അഭിഷേകം വിളിക്കുന്ന ഡാഡി, എനിക്കിനി ആടിനെ മേയ്ക്കാൻ പറ്റത്തില്ല, ഞാൻ രാജകീയ അഭിഷേകമുള്ള ആളാണെന്ന് കോളറൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ നടക്കാമായിരുന്നു. പക്ഷെ പെടലി വെട്ടിയൊന്നും നടന്നില്ല. അവൻ എന്ത് ചെയ്തു? ആ ചെയ്ത വേലയിൽ അവൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവനൊരു ചാൻസ് ദൈവം ഒരുക്കി കൊടുത്തു. അവിടെ വെച്ച് 2 കാര്യം സംഭവിച്ചു. ഒരു കരടിയും സിംഹവും ഒക്കെ വന്നു, എല്ലാം കീറി കളഞ്ഞു, ആടിനെ രക്ഷിച്ചു. അങ്ങനെ പോകുമ്പോൾ വേദപുസ്തകം പറയുന്നത് ഒരു ചാൻസ് ദൈവം ദാവീദിന് കൊടുക്കുക.
സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോവുകയാ. മക്കളെ അവിടെ ചെല്ല്, പെരിസലുമായിട്ട് കുറെ നാൾ കൊണ്ട് യുദ്ധം നടക്കും, അടി നടക്കുന്നില്ല. അവിടെ ഇങ്ങനെ മഴ മുഴക്കം നടക്കുന്നേ ഉള്ളൂ, അടി നടന്നിട്ടില്ല ഇതുവരെയും. ആ അടിയുടെ മൂർച്ഛന്യാവസ്ഥ വരുന്നെങ്കിലും അടി നടക്കുന്നില്ല. കാരണം അവിടെ വെല്ലുവിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെല്ലാൻ പറഞ്ഞു, ഇവര് സാധനമൊക്കെ കൊടുത്തു വിട്ടതു. ഇവൻ അവിടെ ചെന്നപ്പോൾ ഈ യഹോവയുടെ കരം കൊണ്ടാ, ദൈവ കരം അവനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കരം അവനെ ഡയറക്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്നു. എത്തേണ്ടതിന്റെ മുമ്പിലെത്തി. അനേകർ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും, സഹോദരന്മാർ പോലും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവനെ എത്തിക്കേണ്ടത് ദൈവം എത്തിച്ചു. ചില നിരുത്സാഹത്തിന്റെ വാക്കുകൾ നിന്റെ കുടുംബത്തിനകത്തും നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നോട് പറയുമ്പോ ഭാരപ്പെടരുത്. ഒരു കരമാ നിന്നെ നിയന്ത്രിക്കുന്നുള്ളത് മറന്നു പോകരുത്. ഒരു വലിയ യുദ്ധത്തിന്റെ മുൻപിലേക്ക് നിന്നെ ഒന്ന് പ്രസിദ്ധമാക്കുവാൻ, നിന്റെ പേരുള്ള അഭിഷേകം എന്താണെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ, അഭിഷേകം നഷ്ടപ്പെട്ട പലരുടെ മുൻപിൽ നിന്നെ ഒറ്റയ്ക്ക് നിർത്തി യുദ്ധം ചെയ്യിപ്പിക്കുന്ന ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുക. കർത്താവേ, ഇന്ന് പകൽ കർത്താവേ, അങ്ങയുടെ കരം എന്താണെന്ന് അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുക. ദാവീദിന് പടക്കോപ്പുകളും പടച്ചട്ടകളും ഷൂ ഒക്കെ ഇട്ടു. അവൻ പറഞ്ഞു, സാറേ എനിക്കിത് വലിയ ശീലമൊന്നുമില്ല. അവൻ കണ്ട ദർശനത്തിലൂടെയാണ് അവന്റെ മുൻപോട്ട് പോകുന്നത്. ഇവൻ അവിടെ വന്നപ്പോൾ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന സമയമാ. ഗോലിയാത്തിനെ കണ്ട് അവനൊരു നായ് കുരയ്ക്കുന്നത് പോലെയാണ് കണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ദർശനത്തിനനുസരിച്ചുള്ള ടൂള് ദൈവം നമ്മുടെ കരങ്ങളിൽ തരുവാനിടയായി തീരും. ദൈവം നമ്മുടെ ദർശനത്തെ ഈ ദിവസങ്ങളിൽ ഒന്ന് ഊതി കത്തിക്കാൻ പോകുക. ദൈവം മറഞ്ഞിരുന്നതും പണ്ട് ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതുമായ ചില ദർശനങ്ങളെ വീണ്ടും ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുക. ആ കരം, യഹോവയുടെ കരം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ആ ദർശനത്തിലേക്ക് നിന്നെ വഴി നടത്താൻ പോകുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. പണ്ടത്തെ അഭിഷേകത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. പിന്മാറിപ്പോയ പലരും ഈ ദിവസങ്ങളിൽ മടങ്ങി വരാൻ പോകുക. ദർശനങ്ങൾ പ്രാപിച്ച പലരും ദർശനമില്ലാതെ, കാഴ്ചപ്പാടില്ലാതെ മങ്ങിയവരായിരിക്കുന്ന പലരും ദിവസങ്ങളിൽ മടങ്ങി വരാൻ പോകുക. ഏലിയുടെ കാലത്ത് കാഴ്ചപ്പാടില്ലാത്ത, കണ്ണ് മങ്ങിപ്പോയ അനുഭവങ്ങൾ, വചനം കിട്ടാത്ത പലരുടെ ജീവിതത്തിൽ ദൈവാത്മാ പറയുന്നു, വചനത്തിലൂടെ ദൈവം നിന്നോട് ഇടപെടാൻ പോകുന്ന ദിവസങ്ങളാ. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം വചനത്തിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. ആർക്കൊക്കെയോ നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തരാൻ പോകുക. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് സംസാരിക്കുമായിരുന്നു, ദർശനം എനിക്ക് കിട്ടുമായിരുന്നു, പക്ഷെ ദൈവം ഈ ദിവസങ്ങളിൽ മടക്കി തരാൻ പോകുക കേട്ടോ. ആ കരം അങ്ങ് കൊണ്ട് ദാവീദിനെ കൊണ്ടെത്തിച്ചത് ഗോലിയാത്തിന് മുൻപിലാ. അവൻ ആവശ്യമായ ആയുധം പോകുന്ന വഴി ദൈവം കൊടുക്കുക. ദൈവാത്മാവ് ശക്തമായി ദൈവത്തിന്റെ അഭിഷക്തന്മാരോട് പറയുക, നിങ്ങളൊരു യുദ്ധത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുമ്പോൾ, നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ആയുധം ദൈവം തരാനിടയായി തീരും. നിങ്ങൾ പോകുന്ന വഴി ദൈവം നിങ്ങൾക്ക് കൃപാവരങ്ങൾ തരുവാനിടയായി തീരും. ഒരു ചർച്ചിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ആ ചർച്ചിന് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ കണ്ടിട്ട് ആ ശത്രുവിനെ തകർക്കാൻ ആവശ്യമായ ആയുധം നിങ്ങളുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിക്കും. ഒരു കുടുംബത്തിൽ കടന്നു പോകുമ്പോൾ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന ഗോലിയാത്തിനെ കാണുവാനും അതിനെ തകർക്കാനുള്ള ആയുധം പോകുന്ന വഴിയിൽ, വചനം പോകുന്ന വഴിയിൽ, വചനം പോകുന്ന വഴിയിൽ തന്നെ ദൈവങ്ങൾക്ക് തരും. ആ ആലയത്തിൽ കാല് വെക്കുന്നതിന് മുമ്പേ ആ സഭയുടെ അന്തരീക്ഷത്തെ അളന്ന് പരിശുദ്ധാത്മാവ് വചനം തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. അതുകൊണ്ടൊന്ന് സംഭവിച്ചു, ഒറ്റ കല്ല് മതി, സംഭവം എന്താ താഴെ കിടന്നു. ഒറ്റ കല്ലുകൊണ്ട് താഴെ ഇട്ടു. ഹല്ലേലൂയ. ദൈവനെ മാനിക്കാനിടയായി. യഹോവയുടെ കരം എന്താണെന്ന് അവിടെ വെളിപ്പെട്ടു. ദാവീദിന്റെ കഴിവൊന്നുമല്ല, തമ്പുരാന്റെ കരം അവന്റെ ശിരസിരുന്നത് കൊണ്ടാ. എബേസിന് മനസ്സിലായി, യഹോവയുടെ കരം എന്റെ കൂടെ ഉണ്ടെങ്കിൽ അനർത്ഥങ്ങളൊന്നും എന്നെ ഓവർകം ചെയ്യത്തില്ല. എത്ര അനർത്ഥം വന്നാലും ജയിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 23-ാമത്തെ വായിക്കേണ്ട, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒരിക്കൽ ശൗല് ദാവീദിനെ പിടിക്കാനായിട്ട് കൂടെ നടക്കുമ്പോൾ ദാവീദ് ഓടി എവിടെ ചെന്നു? സീഫരുടെ ദേശത്ത് പോയി താമസിക്കുക. സീഫരുടെ ദേശത്ത് പോയി താമസിക്കുമ്പോൾ അവിടെയുള്ള സീഫർ എന്ത് ചെയ്യുന്നറിയാമോ? ദാവീദിനെ കണ്ടിട്ട് നേരെ ശൗലോട് എന്ന് പറഞ്ഞു, അയ്യോ, ദാവീദ് ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് ഒളിച്ചിരിപ്പുണ്ട്, രാജാവ് വന്ന് പിടിച്ചോണ്ട് പോകണമെന്ന്. അപ്പം ശൗല് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവൻ പോകുന്ന വഴിയൊക്കെ കറക്റ്റായിട്ട് നോക്കി എവിടെയാ താമസിക്കുന്നവന്റെ ലൊക്കേഷൻ ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞു. സീഫർ അപ്പോഴപ്പോഴും ലൊക്കേഷൻ അയച്ചു കൊടുത്തോണ്ടിരുന്നു. ശൗൽ ഒരു ദിവസം പറഞ്ഞു, ഇന്ന് പിടിക്കാൻ പറ്റിയ സമയം ഇതാണ്. സീഫിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം, നമുക്കെല്ലാം കൂടെ ചേർന്ന് അവനെ പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സീഫിരും ശൗലും പടജനും എല്ലാം കൂടെ ചേർന്ന് ദാവീദ് ഇരുന്ന സ്ഥലത്തേക്ക് അടുത്തു വരികയാ. ദാവീദ് ഓടാൻ തുടങ്ങി, അവിടെ മറയാൻ തുടങ്ങി, പറ്റുന്നില്ല. ദാവീദിനെ പിടിക്കാൻ ചുറ്റും വളഞ്ഞു. ആരൊക്കെയുണ്ട്? സീഫിരുണ്ട്, ശൗലുണ്ട്, പടയാളികളും ഉണ്ട്.
എന്നുവെച്ചാൽ നീ ആയിരിക്കുന്ന ദേശത്ത് പോലും നിനക്ക് വിരോധമായി ശത്രുവിന്റെ കൂട്ടു നിന്നുകൊണ്ട് നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളും കാണാം. ഇതൊക്കെ ഏത് തന്ത്രം ഉണ്ടെങ്കിലും ദാവീദ് പറയും, ദാവീദിന്റെ അവസ്ഥ നോക്കിക്കോണം. നിങ്ങളത് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ദാവീദിനെ പിടിക്കുവാൻ ശൗല് അടുത്തപ്പോൾ, കൈ നീട്ടിയപ്പോൾ, പിടിക്കാൻ കൈ നീട്ടുക, കൈയെത്തുന്ന ദൂരത്തിൽ ശത്രുവിനെ കിട്ടി എന്നാണ് ശൗല് പറയുന്നത്. ദാവീദിനെ കിട്ടി. പക്ഷെ പുറകിൽ ഒരു ശബ്ദം കേട്ടു, ശൗലേ വേഗം വരണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു. യഹോവയുടെ കൈ ഉണ്ടെങ്കിൽ ഒരു വേള വൈദ്യശാസ്ത്രം നിന്നെ നോക്കി പറയും, 24 മണിക്കൂർ ഡേറ്റ് വെച്ചിരിക്കുക, കാണേണ്ടവരൊക്കെ വന്ന് കണ്ടോട്ടെ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. പക്ഷെ തമ്പുരാന്റെ കരമുണ്ടെങ്കിൽ നീ മോർച്ചറിയുടെ വാതിൽ നിന്ന് നീ പുറത്തിറങ്ങി വരും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? യഹോവയുടെ കരം. കുടുംബത്തിനകത്ത് ചില അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. ചില കുടുംബത്തെ ചുറ്റി വളയുന്ന ചില ശത്രുവുണ്ട്. എവിടെ പോയാലും, കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ജോലിക്ക് പോയാലും പ്രശ്നം, ആരും എവിടെങ്കിലും ഏത് രാജ്യത്ത് പോയാലും പ്രശ്നം. അയ്യോ, എന്റെ കുഞ്ഞിനെന്തോ ഈ കഷ്ടം വരുന്നേ. ചില അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ശൗല് ഇപ്പൊ ദാവീദിനെ പിടിക്കാൻ കൈനീട്ടിയാൽ രാജ്യം കാണത്തില്ല. ഇപ്പം ശൗല് തീരുമാനമെടുത്തു, ദാവീദിനെ പിന്നെ പിടിക്കാം, നമുക്ക് രാജ്യം രക്ഷിക്കാം. അങ്ങോട്ട് ഓടിപ്പോയി. ദാവീദ് അവിടെ നിന്നുകൊണ്ട് 54 സങ്കീർത്തനം എഴുതി. നിന്റെ നാമം എത്ര നല്ലതാ, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ചില അനർത്ഥങ്ങൾ നിന്റെ കഴുത്തിന് നേരെ വന്നതാ, നിന്റെ പ്രാണനെ തൊട്ടടുത്ത് വന്നതാ, ഒരു 2 സെന്റിമീറ്റർ വന്നാൽ നിന്നെ പിടിക്കാൻ വന്നതാ. പക്ഷേ യഹോവയുടെ കരം നിന്നെ വിടുവിച്ചില്ല. എത്ര പേരുടെ ജീവിതത്തെ അനുഭവങ്ങളെ സാക്ഷി നോക്കിയേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ ഒരു കാറ് കണ്ട, അതിന്റെ ഫോട്ടോ കണ്ടോ, ഞാൻ വിചാരിച്ചു അതിനകത്തിരിക്കുന്ന മൊത്തം തീർന്നു. അദ്ദേഹം പറയാ, ഈ കാറിനകത്ത് ഓടിച്ച ഞാനായിരുന്നു, ഒരു കുഴപ്പമില്ല. കാറ് കണ്ടവരെല്ലാം വിധി എഴുതി, ആള് പോയി. പക്ഷെ അദ്ദേഹം അവിടെ നിൽക്കുക, ഒരു കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, അനർത്ഥങ്ങൾ എത്ര വന്നാലും നിന്നെ ഓവർകം ചെയ്യത്തില്ല. നമ്മുടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ മൂക്കിന്റെ അവിടെ ഒരു വെള്ളം വരും, അതിന് മേളിൽ വെള്ളം കയറാതെ ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഈ വെള്ളത്തിന്റെ വരവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ തീരുമെന്ന്. തീരത്തില്ല, തീരത്തില്ല. നിന്നെ മുക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ തലയിൽ ഇരിക്കുന്നത് കർത്താവിന്റെ കരമാണ്. വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 54-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, കാർമേഘം ഉരുണ്ടു കൂടുമ്പോൾ വലിയ പെരുമഴയുടെ മുഴക്കമുണ്ട് നമുക്കറിയാൻ കഴിയും. ഇപ്പൊ കൊച്ചൊരു കാർമേഘം ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ട്. ഒരു ചെറിയ പ്രതീക്ഷ ചിലരുടെ ഉള്ളിലേക്ക് ദൈവം തരുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ നാമ്പ് വരുന്നുണ്ട്. എന്നോട് പറഞ്ഞ ഈ നെൽമണിയൊക്കെ വെള്ളത്തിലിട്ട് നമ്മൾ വിത്തിന് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഒരു രാത്രി കൊണ്ട് ചെറിയ മുട്ടുസൂചി പോലെ ഒരു ചെറിയ കാമ്പ് വളർന്നു മേളിൽ നിൽക്കും, കൊച്ചുതാണ്. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വലുതാകും. ഇന്ന് പകൽക്കാലം ചിലരുടെ ഉള്ളിൽ ദൈവം തരുന്ന ചില പ്രതീക്ഷയുടെ ചെറിയ കാമ്പുകൾ, അത് വരും ദിവസങ്ങളിൽ അത് വലിയ മഴയായി മാറാം, വലിയ വൃക്ഷമായി മാറാൻ പോവുകയാണ്. 5 അപ്പവും 2 മീനും വർദ്ധിച്ചതുപോലെ ചിലരുടെ ജീവിതത്തിൽ ചില വർധനവുണ്ടാകാൻ പോവുകയാണ്. ചില വർധനവുണ്ടാകാൻ പോവുകയാണ്. ജോസഫിനോട് ഒരിക്കൽ അപ്പൻ അനുഗ്രഹിക്കുമ്പോൾ 49-ാം അധ്യായത്തിൽ ഈ ഉൽപ്പത്തി 49 പറയുന്നുണ്ട്, ജോസഫെ നീ ഫലപ്രദമായൊരു വൃക്ഷമാണ്. പണ്ട് ജോസഫ് ഒരു കുഞ്ഞു വൃക്ഷമായിരുന്നു, ഒരു തൈ ആയിരുന്നു. ഈ തൈയെ കൊണ്ട് നട്ടു. ആ തൈ വളരാൻ തുടങ്ങുമ്പോൾ അതിനടുത്ത് നിന്നൊരു മതില് പലപ്പോഴും കുനിഞ്ഞു നോക്കിയിട്ട് തൈയോട് പറഞ്ഞു, നീ ഇന്ന് എന്നാടാ നീ വളരാൻ പോകുന്നേ, നീ ഒന്നും വളരത്തില്ല, ഞാനിവിടെ വലുതായിട്ട് ഇവിടെ നിൽക്കുക, നീ എന്റെ അപ്പുറത്ത് പോവുകയല്ല, നീ അവിടെ തന്നെ നിൽക്കുമെന്നൊക്കെ പലപ്പോഴും വിധി എഴുതും. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, തമ്പുരാൻ അതിനെ വളർത്തി മതിലിന്റെ മേൽ വളർന്നു ഫലം കായ്ക്കത്തക്ക, മതിൽ കടന്നു ഫലം കായ്ക്കുക. ചില ബന്ധനങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ദൈവം പറയുന്നത് ബന്ധനം മാറാനല്ല പരിപാടി, നിന്നെ ഓവർകം ചെയ്യിച്ച് അപ്പുറത്ത് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ പദ്ധതി. ഇതേ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിന്നാൽ ഞാൻ പടക്കൊണ്ടുനേരെ പാഞ്ഞെടുക്കും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ചില തടസ്സങ്ങളെ ഓവർകം ചെയ്യുന്ന ഒരു കരം ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ പിടിച്ചു നടത്താൻ പോകുകയാണ്. ആ കരമാണ് നിന്നെ ഓവർകം ചെയ്യിക്കാൻ പോകുന്നത്. ചില ബന്ധനമൊക്കെ അവിടെ ഇരിക്കും, പക്ഷെ നമ്മൾ മറികടന്നു പോവുകയും ചെയ്യും. നമ്മളത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ചില ബന്ധനത്തെ ദൈവം പൊട്ടിക്കും, ചില കോട്ടകളെ ദൈവം തകർക്കും, ചിലതിനെ ചാടിക്കടക്കാനുള്ള കൃപ ദൈവം തരും.
ഇതിൽ ഏതാ ദൈവം നമുക്ക് തരണം എന്നുള്ളത് ഇന്ന് പകൽക്കാലം അവരവർ പ്രാർത്ഥിച്ച് ദൈവസന്നിധി ഇന്ന് പ്രാപിച്ചോണം. ചിലതിനെ മറികടക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ചിലതിനെ ഓവർകം ചെയ്യുന്ന ഒരു അഭിഷേകം, ചാടിക്കടക്കുന്ന ഒരു അഭിഷേകം. ഇനി യോശുവയുടെ കാലത്താണെങ്കിൽ 7 ദിവസം ചുറ്റി 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 വന്നാണ് ഈ കോട്ട തകർന്നത്, ഇല്ലേ? അപ്പൊ ദാവീദ് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കേണ്ടതാ. കർത്താവേ, യെരിഹോ കോട്ട തകർത്തതുപോലെ മതിൽ പൊളിക്കണമേ, മതിൽ പൊളിക്കണമേ. ദാവീദ് പറയുന്നത്, എനിക്ക് 7 ദിവസം ചുറ്റാൻ സമയമില്ല, എന്റെ ദൈവത്താൽ ഞാൻ ചാടി കടക്കാൻ പോവുകയാന്ന്, ചാടി കടക്കാൻ പോവുകയാന്ന്. 7 ദിവസം ഉപവസിച്ച്, ചില കൺസെപ്റ്റ് അങ്ങനെ, 7 ദിവസം ഉപവസിച്ച് കോട്ട തകരട്ടെ, കോട്ട തകരട്ടെ. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൂടാ? ചിലതിനെ ചാടിക്കടക്കാനുള്ള അഭിഷേകം ദൈവം തരും. നമ്മൾ ചാടിക്കടന്ന് പോയാൽ പോരെ, അതവിടെ ഇരിക്കട്ടെ. ചില ബന്ധനവും ആഭിചാരവും ഒക്കെ അവിടെ ഇരിക്കട്ടെ, നീ മറികടന്നു പോകും. നീ അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഒരു നാരങ്ങാത്തോലി കണ്ട് ഒരു തെറ്റിപ്പൂ കണ്ടിട്ട് അവിടെ നിന്നുകൊണ്ട് കറങ്ങിയാൽ അവിടെ നിന്ന് കറങ്ങത്തേ ഉള്ളൂ. ചാടിക്കടക്കുന്ന ഒരു അഭിഷേകം ദൈവം തരും. ഇതുപോട്ടെ, ഇപ്പൊ യോശുവയുടെ കാലത്ത് ചുറ്റി വന്നു, ഇവിടെ ദാവീദ് ചാടിക്കടക്കുന്നു. പക്ഷെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തില് ചുറ്റി വരാനും പറ്റത്തില്ല, ചാടിക്കിടക്കാനും പറ്റത്തില്ല. കയ്യും കാലും കെട്ടി ഉപദ്രവിച്ച് ആമത്തിലിട്ട് കെട്ടിയിരിക്കുന്ന ഇവരെങ്ങനെ ചാടിക്കിടക്കും? നിങ്ങൾ ആലോചിച്ചു, ഇവരെങ്ങനെ ചാടിക്കിടക്കും? ഇവരെങ്ങനെ ചുറ്റി മതിൽ പൊളിക്കും? ജയിലറയ്ക്കകത്ത് കിടക്കുക, എങ്ങനെ പൊളിക്കും? വചനം പറയുന്നു, ആരാധിക്കുന്നവന്റെ നാവിൽ വരുന്ന അന്യഭാഷ കൊണ്ട് അതിന്റെ മതിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കുന്നതിന്റെ തലമുറയുടെ മുമ്പിൽ നിൽക്കുന്ന മതിലും കെട്ടും പൊട്ടുവന്നേ, ചില ചങ്ങലകൾ പൊട്ടുവന്നേ. വിസ അങ്ങോട്ട് ശരിയാകാതെ വണ്ണം രാജ്യം മാറി മാറി നിൽക്കുന്ന അവസ്ഥകൾ പൊട്ടാൻ പോവുക. ചില കുഞ്ഞുങ്ങളുടെ യാത്രയെ തടയുന്ന ചങ്ങല കൊണ്ട് കാലുകൾ പിടിച്ചു കെട്ടിയിരിക്കുന്ന കെട്ട് പൊട്ടാൻ പോവുക. ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് ചില നല്ല സാക്ഷ്യങ്ങൾ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കും കേട്ടോ പാസ്റ്ററെ. നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോവാ. ചില കുഞ്ഞുങ്ങളുടെ ഭാവി ഒരുങ്ങാൻ പോവുക. ചില കാലിനെ ബന്ധിച്ച് നീ പുറത്തോട്ട് പോകരുന്ന് ബന്ധിച്ച ചില ബന്ധനങ്ങൾ അഴിയാൻ പോവുക. നല്ലൊരു ഭാവിയിലേക്ക്, നല്ലൊരു അനുഗ്രഹത്തിലേക്ക് ചുവടുവെക്കാതെ വണ്ണം കെട്ടിയിരിക്കുന്ന ചങ്ങലകളും ആമങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവം പൊട്ടിക്കാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? ചങ്ങല മാത്രമല്ല പൊട്ടിയത്. ഇവരുടെ ചങ്ങല മാത്രം പൊട്ടിയാൽ മതിയായിരുന്നു, പക്ഷെ സകല ചങ്ങലയും പൊട്ടി, സകല ചങ്ങലകളും പൊട്ടി. ആരാധിക്കാതെ അവിടെ കിടന്നുറങ്ങിയവനും കൂർക്കം വലിച്ചുറങ്ങിയവനെ കിടപ്പുണ്ട്, അവന്റെ ചങ്ങലയും പൊട്ടി എന്നുള്ളതാ. നീ മുഖാന്തരം കോളേജിനകത്ത് വിടുന്ന നടക്കും, നമ്മൾ മുഖാന്തരം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിടുന്ന നടക്കും, നമ്മുടെ സഭയിൽ വിടുന്ന നടക്കും, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത കുടുംബങ്ങൾ വിടുന്ന നടക്കും. കെട്ടുകൾ അഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും കെട്ട് അഴിഞ്ഞുകൊണ്ടേയിരിക്കും. സകല കെട്ടുകൾ അഴിഞ്ഞു, കെട്ടഴിഞ്ഞു. അവിടെ ഒരു ആത്മഹത്യയുടെ ഒരു 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 സംഭവം നടക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഞങ്ങൾ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവുക. അപ്പൊ ഈ പൗലോസ് പറഞ്ഞു, തൊട്ടുപോയിക്കരുത്, നീ ദോഷമൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഈ ജയിലിലോട്ട് നടയടി കൊടുത്ത് അകത്തോട്ട് കയറ്റിയപ്പോ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അത് പുറത്ത് പറയാൻ കൊള്ളത്തില്ല. ഇപ്പൊ എന്താ പറഞ്ഞെന്നറിയാമോ? സാറേ, ഞാൻ രക്ഷപ്പെടാൻ എന്തോ ചെയ്യണം? യജമാനന്മാരെ, നിന്റെ പേര് മാറാൻ പോവാ. ഹല്ലേലൂയ. ഇന്നലെ വരെ നിന്നെ കണ്ട് മുറുമുറുത്തതും നിന്നെ നീ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോ ചൊറിഞ്ഞ പല വ്യക്തികളും നിന്നെ നോക്കി, മോളെ, സിസ്റ്ററെ, ആന്റി, എനിക്ക് വേണ്ടൊന്ന് പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ഒരു സമയത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. ഒരൊറ്റ ആരാധന നടന്ന വിടുതല. കരം കാരാഗ്രഹത്തിൽ ഇറങ്ങും, കരം സിംഹക്കൂട്ടിൽ ഇറങ്ങും, തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങും, ഭവനത്തിനകത്ത് ഇറങ്ങും, പുറത്തും ഇറങ്ങും. കരയുന്നവന്റെ റൂമിനകത്തും ഈ കരം ഇറങ്ങി വരും. മോശയോട് പറയുന്നുണ്ട്, മോശെ, ഫറവോൻ അങ്ങനൊന്നും ജനത്തെ വിടത്തൊന്നുമില്ല, എന്റെ കരം കാണാതെ വിടിയല്ല, എന്റെ ഭുജബലം കാണാതെ വിടിയല്ല. 4-5 പ്രാവശ്യം എടുത്തെടുത്ത് പറയും, എന്റെ ഭുജബലം കാണാതെ വിടത്തില്ല അവന്മാര്. അയ്യോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വചനം തീരത്തില്ല. ഞാൻ വേഗത്തിൽ അങ്ങ് പോവുക. ഇത്തിരി കാര്യം കൂടെ, ഒരു 5 മിനിറ്റ് ഞാൻ നിർത്തിക്കോളാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ അതിര് വിശാലമാക്കുന്ന കരം, അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ കാക്കുന്ന ഒരു കരം, അനുഗ്രഹിക്കുന്ന കരം ആണ്. എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഈ കരം അനുഗ്രഹിക്കുന്ന കരമാ. ലൂക്കോസിന്റെ സുവിശേഷം 24:50 പറയുന്നത് എങ്ങനെയാ? ബഥാനിയോളം ജനത്തെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവൻ അനുഗ്രഹിച്ചു.
പകൽ ദൈവം ഈ മീറ്റിങ്ങിലൂടെ കൂട്ടിക്കൊണ്ട് വന്നത് തമ്പുരാന്റെ കൈ ഉയർത്തി അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ഈ കൈ അനുഗ്രഹിക്കുന്ന കരമാ. ചിലരുടെ ശിരസിൽ കർത്താവിന്റെ കരം ഭാരമായി വെളിപ്പെടുമ്പോൾ ചിലർക്ക് അനുഗ്രഹമായി വെളിപ്പെടും. ഒരു വചനം പറയുന്നുണ്ട്, യഹോവയുടെ കൈ എന്റെ മേൽ ഭാരമായി, നീ എന്റെ മുൻപും പിൻപും അടച്ചു. ചില ഭാരമാകുമ്പോഴും കർത്താവ് ഭാരമായിട്ട് വെച്ച് നിന്നെ ഇങ്ങനെ വേദനിപ്പിച്ച് നീ കൂനി കുറുകി നടക്കാൻ വേണ്ടി ഒന്നും അല്ല കൈവയ്ക്കുന്നത്. കൈവയ്ക്കുന്നത് മുൻപും പിൻപും അടച്ചിട്ട് കൈവയ്ക്കുന്നത് എന്തിനെന്നറിയാമോ? ദൈവത്തിന്റെ വഴിയിലേക്ക് നിന്നെ തിരിച്ചുവിടാൻ വേണ്ടിയാ. ദൈവം ചിലരുടെ മുൻപും പിൻപും അടയ്ക്കും. നമ്മൾ വിചാരിക്കുന്ന പോരാട്ടമാ, ബന്ധനമാ, ചരടാ, കെട്ടാ, ഇതൊക്കെ ഇരുളിന്റെ ശക്തികളാണ്, ആവിചാരമാണ്, ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കൈ ആണെങ്കിൽ തീർച്ചയായിട്ടും മുൻപും പിൻപും അടയുന്നെങ്കിൽ ദൈവത്തിന്റെ വഴിയിലൂടെ നടത്താൻ വേണ്ടിയാ. മോശ ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെയ്താ, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിന്റെ വഴി, അങ്ങയുടെ വഴി, ഞാൻ എങ്ങനെയാ പോകേണ്ടത്? നിന്റെ വഴിയിലൂടെ എനിക്ക് യാത്ര ചെയ്യണം. ഈ മരുഭൂമിയിൽ എനിക്ക് യാത്ര ചെയ്യാൻ വഴി അറിയത്തില്ല. അന്നൊരു ഒരു ഗൂഗിൾ മാപ്പ് ഇല്ല. അന്ന് വഴി ചോദിക്കാൻ ആളില്ല മരുഭൂമിയില്. ദൈവം കാണിക്കാതെ പോകാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞു, കുഞ്ഞെ നീ പേടിക്കണ്ട, എന്റെ സാന്നിധ്യം നിന്റെ മുൻപേ പോകും, ആ സാന്നിധ്യത്തിന് പുറകെ നീ അങ്ങ് പോയാൽ മതി, വഴി തെറ്റാതെ പോകും. അപ്പൊ വഴി നടത്തുന്ന ദൈവത്തിന്റെ കരം. 73 സംഘത്തിന് 23 പറയുന്നത്, നീ എന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ എന്നെ നടത്തി. എത്ര പേർക്ക് ഈ കൈ അങ്ങ് കൊടുക്കാൻ കഴിയും? വലതുകരം അങ്ങോട്ട് കർത്താവിന്റെ കൈ കൊടുത്തിട്ട് പറ, കർത്താവേ ഈ കരം അങ്ങൊന്ന് പിടിക്കണമേ, നിന്റെ ആലോചന നടത്തണമേ. നമ്മുടെ ആലോചനയൊക്കെ ചുരുട്ടിമടക്കി ദൂരെ കളഞ്ഞിട്ട് ദൈവത്തിന്റെ ആലോചന കേൾപ്പിച്ചു കൊടുക്കുന്നേ. സ്ഥിതികളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നീ ഏത് കല്ലിലും മുള്ളിലൂടെ യാത്ര ചെയ്താലും കാല് തട്ടി വീഴാതെ വണ്ണം ഈ കരം നിന്നെ പിടിച്ചോണ്ട് പോകും. സുരക്ഷിതമായി പിടിക്കുന്ന ഒരു കരമാണ് യഹോവയുടെ കരം. ദൈവാലോചന പ്രകാരം ദൈവം നമ്മെ നടത്തും. 108 സംഘത്തിന് 6 പറയുന്നത് രക്ഷിക്കുന്ന കരത്തെ കുറിച്ച് നമ്മുടെ കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസിന്റെ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യായിറോസിന്റെ മകൾ മരിച്ചുപോയി. യേശു അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ബാലയെ എഴുന്നേൽക്കാം. മരണാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു കരമുണ്ട്. ദൈവം പറയുന്നു, മരണഭീതിയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. മരണത്തിന്റെ ഭീതി, ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. മരണഭയം പിടിക്കുന്ന പോലെ, അയ്യോ ഞാൻ മരിച്ചു പോകുന്ന സ്വപ്നങ്ങൾ, ശവപ്പെട്ടിയുടെ സ്വപ്നങ്ങൾ, ആംബുലൻസിന്റെ സ്വപ്നങ്ങൾ, സമയാരത്തിന്റെ പാട്ടും ഇതൊക്കെ കേട്ട് 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 മരിച്ചു പോകുമെന്നുള്ള മരണഭീതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു കരമായ യഹോവയുടെ കരം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ കൺക്ലൂഷൻ ചെയ്യാൻ പോകുക. എസെക്കിയേൽ 1:3 പറയുന്നത് ഇങ്ങനെയാ, യഹോവയുടെ കരം എന്റെ മേൽ വന്നു, ഒരു സ്വർഗീയ ദർശനം അവനെ കൊണ്ട് എഴുതിക്കുക. ചില വെളിപ്പാടുകൾക്ക് വേണ്ടി യഹോവയുടെ കരം ചിലരുടെ മേൽ വരും. ഇന്നലെ വരെ വായിച്ച വചനമല്ല, ഇനി അതേ വചനം വായിക്കുമ്പോൾ വെളിപ്പാടുകളുടെ ആഴങ്ങൾ വെളിപ്പെടാൻ പോവാ. ഇത്രയും മർമ്മം ഇതിനകത്തുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് എന്തോ 2 വചനം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാം വായന. കടലിൽ പോയിട്ട് കുപ്പിയടപ്പിനകത്ത് വെള്ളം കോരുന്ന പോലെ കോരിക്കുടിച്ചുണ്ടാ ഞങ്ങൾ നടക്കുന്നത്. കടലിൽ നമ്മൾ 1 ലിറ്റർ കുപ്പിയുടെ അടപ്പിനകത്ത് എത്ര വെള്ളം കൊള്ളും? ഒരു 5 മില്ലി പോലും കൊള്ളത്തില്ല. ഇതും കൊണ്ടാണ് നമ്മൾ കിടക്കുന്നത്. കടൽ കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ എസെക്കിയേലിന്റെ മേൽ യഹോവയുടെ കരം വന്നപ്പോൾ ആഴമേറിയ വെളിപ്പാടുകൾ അവന് വരികയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, അവിടെ വെള്ളമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യഹോശാഫാത്തും രാജാക്കന്മാർ ചേർന്ന് ഏലിയാവ് എലീശയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 2 പേര് ദൈവത്തെ അന്വേഷിക്കുന്നവരും ഒരാൾ ദൈവത്തെ അന്വേഷിക്കാത്തവരുമാണ്. കുടുംബത്തിൽ ഒരാൾ മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ബാക്കി ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, അവർക്കും ദൈവം വിടുതൽ കൊടുക്കാൻ പോവാ. പറയുക, യഹോശാഫാത്തിനോട് പറയാം, നിന്റെ മുഖത്തെ ആദരിക്കുന്നത് കൊണ്ട് ഞാൻ തൂന്ന് പറയാം, ചില മുഖത്തെ ദൈവം ആദരിക്കാൻ പോവാ കേട്ടോ. നിന്റെ പ്രാർത്ഥനയെ കുറ്റം പറയുകയും നിന്റെ പ്രാർത്ഥനയെ അപവാദം പറയുകയും നിന്നെ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ പേരിൽ നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരുടെ വിഷയത്തിന് പേരും നിന്റെ മുഖത്തെ ആദരിച്ച് മറുപടി കൊടുക്കാൻ പോവാ ദൈവം. വലിയ പ്രാർത്ഥനക്കാരി, എന്തായി പ്രാർത്ഥിച്ചിട്ട്? ദൈവത്തെ ദുഷിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളില്ലേ? ദൈവത്തെ തെറി പറയുന്നവരില്ലേ? പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു, നിന്റെ മുഖത്തെ ആദരിക്കാൻ പോവുക. ഒരു ദോഷം വരാതെ ദൈവം സൂക്ഷിക്കും. ദൂത് കേൾക്കാൻ പോവുക അവര്. ഇവിടെ ദൂത് കേൾക്കുക. പ്രവാചകൻ പറഞ്ഞു, ഒരു വീണക്കാരൻ വരട്ടെ. ഒരു വീണക്കാരൻ വന്നു,
വീണ വായിക്കാൻ തുടങ്ങിയപ്പോൾ യഹോവയുടെ കൈ ആരുടെ മേൽ വന്നു? പ്രവാചകന്റെ മേൽ വന്നു. ദൂത് പറയാൻ തുടങ്ങി. യഹോവയുടെ കൈ വന്നു കഴിഞ്ഞാൽ നിനക്ക് ദൂത് വരും. ദൂത് എന്തൊരു ദൂതാ? സാഹചര്യം അനുകൂലമായിരിക്കുമ്പോ പറയുന്ന ദൂതല്ല. ഒരു വേള മരണക്കിടക്കിൽ കിടക്കുന്ന നിന്നോട് പറയും, നീ അനേക രാജ്യങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നു. ജീവിതത്തിൽ നഷ്ടപ്പെട്ട നിന്നോട് പറയും, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവാ, നീ അനേകർക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് പറയും. വെള്ളമില്ലാതെ വരണ്ട സ്ഥലത്തു നിന്നുകൊണ്ട് ദൂത് പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന താഴ്വരയിൽ കുഴി വെട്ടുവിൻ. കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല, കുഴികളെ ഞാൻ നിറയ്ക്കും. യഹോവയുടെ കരം വന്നാൽ നിന്റെ ദൂത് മാറും. സാഹചര്യം നോക്കി നമുക്ക് ദൂത് പറയാം. സാഹചര്യം നോക്കി ദൂത് പറയുന്ന ദൂതല്ല ദൈവദാസനെ ദൈവം നമ്മുടെ നാവിൽ തരാൻ പോകുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ വിളിച്ചു പറയുന്ന ആഴമേറിയ ദൂതുകൾ, ഒരു വലിയ സമൂഹത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന ദൂത്. 3 രാജാക്കന്മാർ ഒന്നിച്ച് വിളിച്ചു നിർത്തി ദൂത് പറയുന്നു. യഹോവയുടെ കരം വന്നപ്പോൾ നമ്മുടെ ദൂത് രാജാക്കന്മാരോടായി മാറാൻ പോവുക, ഉന്നതന്മാരോടാ ദൂത് പറയാൻ പോകുന്നത്. ചില മില്യനേഴ്സിനോട് ദൂത് പറയാൻ ദൈവം കൃപ തരും. ചില വലിയ വലിയ കമ്പനി മുതലാളിമാരോട് ദൂത് പറയാൻ ദൈവം കൃപ തരും. രാജ്യം ഭരിക്കുന്ന എംപിമാർ എംഎൽഎമാരോട് ദൂത് പറയാൻ ദൈവം കൃപ തരും. 3 രാജാക്കന്മാരോടാ പറയുന്നത്, കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല, നിങ്ങളുടെ കുഴികളെ ഞാൻ നിറയ്ക്കാൻ പോവുക. ഒരു യഹോവയുടെ കരം വന്നു, വലിയ അത്ഭുതം അവിടെ നടക്കുക. കണ്ണുനടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സമയം തീർന്നു പോയി.